നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക്നിക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ്, ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണ്, അടുത്ത എക്സാം ഏതൊക്കെയാണ് നമുക്ക് വരാനുള്ളത്, അതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ കോഴ്സ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ, ദാറ്റ് മീൻസ് ബിടെക് അല്ലെങ്കിൽ ഹയർ ഉള്ളവർക്ക്, എംടെക് ഒക്കെ ഉള്ളവർക്ക് ഇനി വരാൻ പോകുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം പരിശോധിക്കാം. നമ്മൾ ഓൾറെഡി യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ. അപ്പൊ അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന ഗ്രൗണ്ട് വാട്ടറും അഗ്രോ ഇൻഡസ്ട്രീസിന്റെയും എക്സാംസ് പെൻഡിങ് ആണ്. മിക്കവാറും ഡിസംബർ തന്നെ ആ എക്സാം ഉണ്ടാവും. ഡിസംബറിൽ വരണം, കാര്യം ഇനി വേറെ സ്ലോട്ടുകൾ അവൈലബിൾ അല്ല. ഡിസംബറിൽ ആ എക്സാം ഉണ്ടാവും. സോ അതിനകത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി എയ്ക്ക് പഠിച്ചിരിക്കുന്ന സെയിം ടോപ്പിക് എല്ലാം തന്നെ ഉണ്ടാവാം, പ്ലസ് കുറച്ച് പോർഷൻസ് അഡീഷണൽ വരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും അഗ്രികൾച്ചർ പോലുള്ള ഏതെങ്കിലും ടോപ്പിക് ആയിരിക്കും അതിനകത്ത് വരാനുള്ളത്. അതാണ് ആദ്യമായിട്ട് നമ്മൾ വരാൻ പോകുന്ന എക്സാം. അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം നമ്മൾ പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള വാട്ടർ അതോറിറ്റി അതിന്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം അടുത്ത മാസം 2 വർഷം കംപ്ലീറ്റ് ആവും. സോ റാങ്ക് ലിസ്റ്റ് 206 പേരങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഇപ്പം 140 അടുത്ത് അഡ്വൈസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് വരാൻ പ്രതീക്ഷിക്കുന്ന നമ്മളുടെ ഒരു നോട്ടിഫിക്കേഷൻ വാട്ടർ അതോറിറ്റി എക്സാമിന്റെ ആയിരിക്കും. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 206 പേരിൽ ഏകദേശം 19 കൂടുതൽ ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ജോലി ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഓഫ്ലൈൻ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ്. സോ വാട്ടർ അതോറിറ്റി ആണ് നമുക്ക് നെക്സ്റ്റ് വരാനുള്ള പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം മെക്കാനിക്കലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഡ്വൈസർ നടക്കാൻ പോകുന്ന ഒരു പോസ്റ്റ് വാട്ടർ അതോറിറ്റി ആയിരിക്കും. മറ്റുള്ള ഇറിഗേഷനോ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് നോക്കുമ്പോൾ, അതിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അഡ്വൈസ് പ്രതീക്ഷിക്കാം. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ മെക്കാനിക്കൽ മാത്രമല്ല, നമ്മൾ സിവിലും കെമിക്കലും പഠിക്കണം. അതിന്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ട് സിലബസും അങ്ങനെ തന്നെയാണ് വരുന്നത്. സോ അങ്ങനെ നിങ്ങളൊന്ന് നേരത്തെയൊക്കെ പഠിച്ചു തുടങ്ങാന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു അവസരമായിരിക്കും വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു എക്സാം എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് എന്ന് പറഞ്ഞ പോളിടെക്നിക്സിലേക്കുള്ള വർക്ക്ഷോപ്പ് സൂപ്രണ്ട് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കുറെ നാളുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഓൾറെഡി കുറച്ച് വേക്കൻസീസ് 9 വേക്കൻസിയോളം PSC റിപ്പോർട്ടഡ് ആണ്. പക്ഷേ അതിനകത്ത് കുറച്ച് സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരാം. ഇതിന്റെ യാതൊരു അപ്ഡേറ്റും നമുക്കില്ല. അത് കുറെ നാളുകൊണ്ട് തന്നെ വെയിറ്റിംഗിൽ കിടക്കുന്ന ഒരു പോസ്റ്റാണ്. ഗസറ്റഡ് തസ്തികയാണ്, അത്യാവശ്യം നല്ല പേയ്മെന്റ് സ്കെയിലൊക്കെ വരുന്ന ഗസറ്റഡ് തസ്തികയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ബിടെക് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ളത്. മിക്കവാറും ഫസ്റ്റ് ക്ലാസ് ബിടെക് വേണ്ടി വരും. ലെക്ചർ പോളി പോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ബിടെക് വേണ്ടി വരും. അതാണ് അടുത്തായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു എക്സാം. ഇനി മറ്റൊരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വട്ടം എക്സാമിനോടൊപ്പം തന്നെ നടന്നിരുന്ന ആ ഒരു സമയത്ത് കുറെ എക്സാം, ഇറിഗേഷൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2, അതുപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക്സ്, അസിസ്റ്റന്റ് പ്രൊഫസർ, എക്സാം. അസിസ്റ്റന്റ് പ്രൊഫസറിന് എംടെക് വേണം. അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ഇറിഗേഷൻ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, വളരെ ചെറിയ റാങ്ക് ലിസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇറിഗേഷൻ ക്കും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 എക്സാമിനും സെയിം കാൻഡിഡേറ്റ്, ഒറ്റ എക്സാം 2 റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. രണ്ടൂടെ ചേർത്ത് ഒറ്റ റാങ്ക് ലിസ്റ്റ് ആണ്. എല്ലാവരും തന്നെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കോമൺ കാൻഡിഡേറ്റ്സ് അല്ലാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാം കോമൺ കാൻഡിഡേറ്റ്സ് ആണ്. അവര് ഇറിഗേഷനിൽ കിട്ടിയവർ ഫാക്ടറീസിലോട്ട് മാറും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഏകദേശം റാങ്ക് ലിസ്റ്റ് കഴിയാറായി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇനി വളരെ കുറച്ച് ആൾക്കാരെ അതിന്റെ മെയിൻ ലിസ്റ്റിലുള്ളൂ. ഇതിനകത്ത് അടുത്ത വർഷമൊക്കെ റിട്ടയർമെന്റ് വരാനുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സോ അതിന്റെ റാങ്ക് ലിസ്റ്റ് ഏകദേശം അഡ്വൈസ് വരുമ്പോൾ തീരാൻ ചാൻസ് ഉണ്ട്. സോ അതായിരിക്കും പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു എക്സാം എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ അത് ഗസറ്റഡ് തസ്തികയാണ്. 55,200 ബേസിക് പേ നിലവിലുള്ളത്. ഈ സാലറി റിവിഷൻ വരുമ്പോൾ അത് മിക്കവാറും കൂടും. പിന്നെ അതിനകത്ത് ബാക്കിയുള്ള DA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. ഓക്കെ, അതാണ് അടുത്ത എക്സാം. അത് കഴിഞ്ഞാൽ ലെക്ചർ ഇൻ പോളിടെക്നിക്സിന്റെ റാങ്ക് ലിസ്റ്റ് 2 വർഷം ആകുമ്പോഴത്തേക്ക് മിക്കവാറും അടുത്ത വർഷം അവസാനത്തേക്കോ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് അതിന് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ആ ഒരു സൈക്കിൾ നോക്കുവാണെങ്കിൽ മിക്കവാറും ഈ എക്സാം എല്ലാം 2026 ഡിസംബർ 31 മുന്നേ വിളിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോസ്റ്റാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, AMVA എന്ന് പറഞ്ഞ പോസ്റ്റ്. AMVയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പം ഏകദേശം അടുത്ത മാസം കഴിയുമ്പോൾ 1 വർഷമാവും. അടുത്ത 2026 ഈ സമയമാകുമ്പോൾ 2 വർഷമാവും. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ അതിന് നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് നമുക്ക് വരാനുള്ള ബിടെക് ലെവൽ എക്സാമിന് നോട്ടിഫിക്കേഷൻ. അത് നമ്മുടെ AMVക്ക് ഡിപ്ലോമ മതി, ഹയർ വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇപ്പം വിളിച്ചിരിക്കുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇപ്പം അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ, അതിന്റെ റാങ്ക് ലിസ്റ്റും ഇതോടൊപ്പം തന്നെ വന്നതാണെന്ന് ഓർത്തിരിക്കുക. പിന്നെ വരാനുള്ള ഡിപ്ലോമ ഉള്ള എക്സാമുകൾ, ഡിപ്ലോമ അല്ലെങ്കിൽ ITI ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാമുകളാണ് ഇപ്പൊ വിളിക്കാൻ പോകുന്ന മീറ്റർ റീഡർ, വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ, അതുപോലെ തന്നെ വിളിക്കാൻ പ്രതീക്ഷിക്കുന്ന വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ. പിന്നെ നമുക്ക് ഇറിഗേഷൻ ഹാർബർ, ഇറിഗേഷൻ PWD ഡിപ്പാർട്ട്മെന്റിലെ ഗ്രേഡ് 2 ഗ്രേഡ് 3 ഓവർസിയർ എക്സാമുകൾ. ഇതൊക്കെയാണ് നമുക്ക് ITI അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ എക്സാമുകളായിട്ട് പ്രതീക്ഷയുള്ള അടുത്ത വരുന്ന തസ്തികകൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാംസ് എല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സിംഗിൾ കോഴ്സ് കിട്ടിയാലോ? വിന്നേഴ്സ് അക്കാഡമി, വിന്നേഴ്സ് എഡ്യൂടെക് എന്ന് പറയുന്ന നമ്മുടെ ആപ്പ് ത്രൂ പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്.
മെക്കാനിക്കൽ ഓൾ ഇൻ വൺ കോഴ്സ് എന്നാണ് കോഴ്സിന്റെ പേര് വരുന്നത്. ഇത് നമ്മൾ ഒരു ബിടെക് ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബിടെക് പ്ലസ് എംടെക് അങ്ങനെയുള്ളവർക്ക്, ബിടെക് എങ്കിലും മിനിമം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൽ വരുന്ന എക്സാംസ് എല്ലാം ബിടെക്കാർക്ക് എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഡിപ്ലോമ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അടുത്തൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്കോട് കൂടി അത് നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതിൽ വരുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഉണ്ടാവും, AMV ഉണ്ടാവും, ഓപ്പറേറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ സബ് എഞ്ചിനീയർ, അതായത് ഗ്രേഡ് 1 എക്സാമുകൾ ഉണ്ടാവും, ഓവർസിയർ ഗ്രേഡ് 3 ഗ്രേഡ് 2 എക്സാം ഉണ്ടാവും. സോ അങ്ങനെയുള്ള എക്സാമുകളെല്ലാം ചേർത്തിട്ടൊരു ഡിപ്ലോമ ബേസ് ചെയ്ത് തീർക്കുക. അതുപോലെ തന്നെ RRB ഉണ്ട്, SSC JE ഉണ്ട്, RRB JE ഉണ്ട്, ടെക്കും നോൺ ടെക്കും എല്ലാം തന്നെ ആ കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കോടുകൂടി അതിൻ്റെ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സോ ഈ പറഞ്ഞ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മുടെ മെക്കാനിക്കൽ ഓൾ ഇൻ വൺ എന്ന് പറയുന്നത്. അതിനകത്ത് PSCയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ക്ലാസ്സസ് ഉണ്ടാവും, SSCയുടെ SSC JEയുടെ ടെക്കും ഉണ്ടാവും, നോൺ ടെക്കും ഉണ്ടാവും. SSCക്കും RRBക്കും നിങ്ങൾക്ക് ടെക്കും നോൺ ടെക്കും ഉണ്ട്. സോ ടെക്കും നോൺ ടെക്കും ഉണ്ടാവും. ഇത് RRB JE എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. അതുപോലെ SSC JE അല്ലാതെ SSC CHSലോ CTലോ ഒന്നും ഇവിടെ കവർ ചെയ്യത്തില്ല. SSC JE RRB JE എക്സാം ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കും. അത് ബേസ് മുതൽ തന്നെ നമ്മുടെ കോർ വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. വളരെ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് തന്നെയാണ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എന്നെ കാണുന്ന ഒരു രീതിയിൽ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ് എന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണ് കോഴ്സസ് വരുന്നത് നമുക്ക് നോക്കാം. AMV എക്സാം നമ്മളെപ്പോഴും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ റിസൾട്ട് നമുക്ക് തന്നൊരു എക്സാമാണ് കഴിഞ്ഞ വർഷത്തെ AMV എക്സാം. സോ AMV എക്സാമിന്റെ പുതിയ ബാച്ച് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതായത് വാട്ടർ അതോറിറ്റി ഇനി വരാനുള്ളതെന്ന് പറഞ്ഞു. എക്സാം പ്രതീക്ഷിക്കുന്ന ഗ്രൗണ്ട് വാട്ടർ AEയുടെ എക്സാമിന്റെ കണ്ടന്റ് ഉൾപ്പെടെ അതിനകത്ത് വരും. വാട്ടർ അതോറിറ്റി ഉണ്ടാവും, ഇറിഗേഷൻ ഉണ്ടാവും. രണ്ടും ഡിഫറെന്റ് സിലബസ് ആണ് ഓർത്തിരിക്കുക. പിന്നെ അഗ്രോ ഇൻഡസ്ട്രീസ്, ഗ്രൗണ്ട് വാട്ടർ, അതുപോലെ ലെക്ചർ ഇൻ പോളിടെക്നിക്സ് എക്സാം വരും. അത് വരുമ്പോഴത്തേക്ക് ബേസിക്സ് അതിനകത്ത് ഇൻക്ലൂഡ് ആവും. അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് എന്ന് പറഞ്ഞ എക്സാം ഉണ്ടാവും. അതുപോലെ തന്നെ RRB JE SSC JEയുടെ ടെക്കും നോൺ ടെക്കും ഇതിനകത്ത് കവർ ചെയ്യും. പിന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിന്റെ ക്ലാസ്സസ് ഉണ്ടാവും, ഓവർസിയർ എക്സാംസ് ഉണ്ടാവും, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ഉണ്ടാവും, മീറ്റർ റീഡർ, അങ്ങനെയുള്ള എക്സാമുകളുടെ ഒക്കെ കണ്ടന്റുകളാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 വർഷമായിരിക്കും. എയർലി ബേർഡ് ഓഫർ എന്ന രീതിയിൽ നമ്മളൊരു 4 മാസം കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഇപ്പം 2025 8 മാസമാണ് നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പം കോഴ്സ് എടുക്കുന്നവർക്ക് 2027 ഡിസംബർ 31 വരെ ഈ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടാവും. അതായത് 2 വർഷവും 4 മാസവും കോഴ്സിന് വാലിഡിറ്റി ഉണ്ടാവും എന്നർത്ഥം. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ എക്സാമുകളെല്ലാം തന്നെ ഇതിനിടയ്ക്ക് നടക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഇനി ഇൻ കേസ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ നടന്നില്ലെന്ന് കരുതിക്കോ, എന്ത് ചെയ്യും? ആ ഒരു കോഴ്സ് മാത്രമായിട്ട് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ കോഴ്സും എക്സ്റ്റെൻഡ് ആവശ്യമുള്ള വരുന്നില്ല, നിങ്ങൾ അത്ര ഫീസ് അടക്കേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് മാത്രമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഈ കോഴ്സിന് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഡെമോ ക്ലാസ്സുകളും കണ്ടന്റുകളും ആരാണ് പഠിപ്പിക്കുന്നത്, എന്താണ് ക്ലാസ്സസ് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയുമായി കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.